ഇപ്പൊ ഈ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിലേക്ക് കടന്നു വന്ന് ഇപ്പൊ യു സ്റ്റഡിങ് ആക്ച്വലി അപ്പൊ എന്താ തോന്നുന്നത്? അതായത് ഈ ഡോക്ടർ ആയില്ലായിരുന്നെങ്കിൽ, ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് മനസ്സിലുണ്ടായിരുന്നോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു പ്ലാൻ ബി ഇല്ലായിരുന്നു. Okay. പ്ലാൻ എയിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ ആസ് വെൽ ആസ് നമ്മളുടെ ഈ സ്റ്റഡീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഉള്ളിലുള്ള ബാക്കി നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫ്ലറിഷ് ചെയ്യാനും നമ്മളൊരു ടൈം കണ്ടെത്തണം എന്നുള്ളത് മസ്റ്റാണ്. അതിപ്പം നമ്മളുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഒരുപാട് നല്ല കലാകാരന്മാരെ വാർത്തെടുത്ത ഒരു കോളേജ് എന്നറിയപ്പെടുന്ന അതിൽ ഞാനും പഠിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ആസ് വെൽ ആസ് മോഡലിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കുറച്ചൊരു ടൈമിൽ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് നല്ല നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പം ഞാൻ മിസ് കേരള ഫൈനലിസ്റ്റായി. അപ്പോൾ അതൊക്കെ ഒരുപാട് വെച്ച് നോക്കുമ്പം ഐ എം വെരി ബ്ലെസ്ഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ആക്ടിങ് ആൻഡ് മോഡലിംഗ് ആസ് വെൽ ആസ് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയി ഡോക്ടർ പാഷൻ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ഐ എം വെരി ഹാപ്പി. അങ്ങനെ അല്ല, ഡോക്ടർ തന്നെ ആയിരിക്കും എനിക്ക് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ.